നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ധനുഷ് ജാമ്യത്തിലിറങ്ങും. അത് തടയാൻ ഇനി നമുക്കാവില്ല. ഇനി ആലോചിക്കേണ്ടത് അവൻ നെല്ലിശ്ശേരി എന്ന ഈ വീട്ടിലേക്ക് വരാതെ നോക്കുക എന്നത് മാത്രം. കുഞ്ഞിനെ രാത്രി എന്റെ അടുത്തേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? പറ്റും. രാത്രി ആതിരയുടെ അടുത്ത് നിന്ന് കുഞ്ഞിനെ അർച്ചനയുടെ കയ്യിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഞാൻ ഏറ്റുന്നേ. നന്ദേട്ടൻ പുറത്തു പോവാണോ? നന്ദേട്ടാ ഒന്നും കഴിക്കുന്നില്ലേ? നിനക്ക് എന്നോട് വല്ലതും ചോദിക്കാനോ അറിയാനുണ്ടെങ്കിൽ നേരെ മാറ്ററിലേക്ക് വാ. അല്ലാതെ വെറുതെ സ്നേഹം നടിച്ച് സമയം കളയണ്ട. ഒന്നാമത് നിനക്ക് സ്നേഹിക്കാൻ അറിയത്തില്ല. ഇനി ഇപ്പൊ അറിഞ്ഞാൽ തന്നെ എനിക്കതിന്റെ ആവശ്യവും ഇല്ല. അതുകൊണ്ട് ചോദിക്കാനുള്ള കാര്യങ്ങൾ മര്യാദയ്ക്ക് ചോദിക്കും. അധികകാലം ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും നിങ്ങൾ എന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. പിന്നല്ലാതെ നിന്നെ മനസ്സിലാക്കാൻ ഈ വീട്ടിൽ എന്റെ അത്രയും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഭാര്യയും ഭർത്താവും ആകുമ്പോ അങ്ങനെയൊക്കെ വേണമല്ലോ. ഇനി ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ചോദിക്കാം. ആ സന്ധ്യ എന്തിനാ ധനുഷിനെ ജാമ്യത്തിലെടുക്കാൻ നടക്കുന്നത്? അവളും ധനുഷും തമ്മിൽ എന്താ ബന്ധം? നേരത്തെ കണ്ടപ്പോ നേരിട്ട് ചോദിച്ചൂടായിരുന്നു. എന്റെ കൂട്ടുകാരിയല്ലേ, അല്ലെങ്കിൽ വിളിച്ചു നോക്കി. കൂട്ടൊക്കെ ഇപ്പോ ഇവിടെയല്ലേ? മാറി നിന്നുള്ള സംസാരവും രഹസ്യം പറച്ചിലും ഒക്കെ നിങ്ങളോടല്ലേ ഇപ്പൊ? ദേവന്തികെ, നീ നിന്റെ കാര്യം നോക്കിക്കോ. അതെ, ഈ മുറിക്ക് പുറത്ത് നിങ്ങൾ എന്റെ ഭർത്താവാ. ഭർത്താവില്ലാത്ത അവളുമായി മാറി നിന്ന് സംസാരിക്കുമ്പോ അത് എന്നെ കൂടെ ബാധിക്കും. ഭാവിയില് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. നിനക്ക് ഇനി എന്തോന്ന് ഭാവി? ആരുടെയെങ്കിലും കൈ കൊണ്ട് നീ ചാവും. അത് തന്നെയാണ് നിന്റെ ഭാവി. അതെന്റെ കൈ കൊണ്ടാവരുതേ എന്ന് നീ പ്രാർത്ഥിച്ചോ. സന്ധ്യയും ഞാനും മാറി ഇന്ന് സംസാരിച്ചതിനേക്കാൾ നാണക്കേടാത്. സന്ധ്യ എന്നോടൊരു കാര്യം പറഞ്ഞു. ഞാനത് ചെയ്തു കൊടുക്കാന്നും പറഞ്ഞു. അത്രമാത്രം നീ പറഞ്ഞാ മതി. അങ്ങനെ സന്ധ്യ എന്ത് പറഞ്ഞാലും നിങ്ങൾ അത് ചെയ്തു കൊടുക്കോ? ചെയ്തു കൊടുക്കോന്ന്? അതെ, ചെയ്തു കൊടുക്കും. പറയുന്നത് മാത്രമല്ല, പറയാത്തതും കൂടെ ചെയ്തു കൊടുത്തു വരും. അത് നിന്നോട് പറയേണ്ട കാര്യമില്ല. അറിയാൻ നീ ഒട്ട് ശ്രമിക്കുകയും വേണ്ട. അവളുടെ ജീവിതത്തിൽ എന്നേക്കാ സ്ഥാനം നിങ്ങൾക്കുണ്ടോന്നാ എനിക്കറിയേണ്ടത്. അതിന് സന്ധ്യയുടെ ജീവിതത്തിൽ നിനക്കെന്ത് സ്ഥാനമാണ് ഉള്ളത്? അവളെ കൊല്ലാൻ നോക്കിയ നിന്നേക്കാൾ സ്ഥാനം ഈ എനിക്കുണ്ട്. നിങ്ങൾക്കും അങ്ങനാണോ? ഞാനാണോ അവളാണോ നിങ്ങൾക്ക് വലുത്? സന്ധ്യ തന്നെ. അതിന് നിനക്കൊരു സംശയവും വേണ്ട. നിന്നെയും ഒരു കാണ്ടാമൃഗത്തിനെയും ഒരുമിച്ച് പിടിച്ചു നിർത്തി ചോദിച്ചാലും ഞാൻ കാണ്ടാമൃഗമെന്നേ പറയൂ. കാരണം തൊലിക്കട്ടി നിന്റെ അത്ര പോലും അതിനില്ല. നിനക്ക് സ്നേഹം കൂടിയപ്പോഴേ എനിക്കറിയായിരുന്നു സന്ധ്യ എന്തിനാ ധനുഷിന് ജാമ്യം എടുക്കാൻ പോകുന്നുള്ള കാര്യം നിനക്ക് പറയണമെന്ന്. അത് നിന്നോട് പറയാൻ എനിക്കിപ്പോ മനസ്സില്ല. പിന്നെ ഞങ്ങൾ മാറി നിന്ന് സംസാരിച്ചത് അതെന്താന്ന് വൈകാതെ നീ അറിയും. രാവിലെ തന്നെ കുലസ്ത്രീ കളിക്കാൻ ഇറങ്ങിക്കുന്നു. നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ധനുഷ് ജാമ്യത്തിലിറങ്ങും. അത് തടയാൻ ഇനി നമുക്കാവില്ല. ഇനി ആലോചിക്കേണ്ടത് അവൻ നെല്ലിശ്ശേരി എന്ന ഈ വീട്ടിലേക്ക് വരാതെ നോക്കുക എന്നത് മാത്രം. അവൻ വരും, എനിക്കുറപ്പാത്. അവന്റെ മനസ്സിൽ ഇപ്പോഴും സ്നേഹമുണ്ട്. അതാ ഞാൻ അറിയാതെ സ്നേഹം അവൻ ജയിലിലേക്ക് വിളിച്ചു വരുത്തി അവളോട് സംസാരിച്ചത്. എന്തായിരിക്കും അവളോട് അവൻ പറഞ്ഞിട്ടുണ്ടാവുക?
നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ സച്ചേട്ടാ. ഇതെല്ലാം നമ്മൾ വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണെന്നും തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നും ഇപ്പോഴും സ്നേഹയെ മറന്നിട്ടില്ലെന്നൊക്കെയാവും അവൻ സ്നേഹയോട് പറഞ്ഞിരിക്കുന്നത്. അവന്റെ അഭിനയത്തിൽ അവൾ വീഴുകയും ചെയ്തു. അവന്റെ അഭിനയമൊക്കെ അവളുടെ അടുത്ത് മാത്രമേ നടക്കൂ. അവന്റെ വിചാരം ഞാനൊന്നും അറിയുന്നില്ലെന്ന്. ഏതുവരെ പോകുന്നറിയാൻ വേണ്ടി മാത്രം ഞാൻ മിണ്ടാതിരിക്കുന്നു. ഇനിയും ഇങ്ങനെ മിണ്ടാതിരുന്ന സ്നേഹയെ നമുക്ക് നഷ്ടപ്പെടും. മുൻപ് നമ്മൾ എങ്ങനെയാണോ അവളെക്കുറിച്ച് ഓർത്ത് ഭയന്നിരുന്നത്, ആ ഭയം തന്നെ മനസ്സിലേക്ക് വീണ്ടും വന്ന് തുടങ്ങി സച്ചേട്ടാ. അവനെ ആരും ജാമ്യത്തിലെടുക്കരുതെന്ന് കരുതിയിട്ട് ഈ വീട്ടിലുള്ള നന്ദേട്ടൻ തന്നെ അത് ചെയ്തു. സന്ധ്യ എന്തിനാവും ധനുഷിനെ ജാമ്യത്തിലെടുക്കുന്നത്? അവളുടെ ഉദ്ദേശം എന്തായിരിക്കും? അതിന് പിന്നിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടെന്ന് എന്നോട് പറഞ്ഞത് അതെന്തായിരിക്കും? നന്ദേട്ടൻ വിളിച്ചിട്ട് പോയതാണെന്നല്ലേ ഡോക്ടർ തന്നോട് പറഞ്ഞത്? അതിനപ്പുറം അവർക്കൊന്നും അറിയാൻ വഴിയില്ല. നന്ദേട്ടൻ എന്തിനാ അതിന്റെ പുറകെ നടക്കുന്നതെന്ന് എന്നോട് പറഞ്ഞതാ. അതിന്റെ പേരിൽ ഞങ്ങൾ വഴക്കിന്റെ വക്കോളം എത്തുകയും ചെയ്തു. എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ നമ്മുടെ അതേ അവസ്ഥ തന്നെയാ നന്ദേട്ടനും. സ്നേഹ അവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്നും ആത്മഹത്യ ചെയ്യുന്നൊക്കെ പറയുമ്പോ നന്ദേട്ടൻ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ അവ ഇവിടെ വന്ന് സ്നേഹയെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ അവളുടെ ഭാവി എന്താവും? ഈ കുടുംബത്തിന് തന്നെ നാണക്കേടാവില്ലേ അത്? ആ നാണക്കേട് ഈ കുടുംബത്തിന് വേണ്ട. സേതുമാധവന്റെ മകൾ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയ നാണക്കേടല്ല ഈ കുടുംബം ചുമക്കേണ്ടത്. സേതുമാധവന്റെ മരുമകൾ ധനുഷിന്റെ കൂടെ ഇറങ്ങിപ്പോയി എന്ന നാണക്കേടാ ഇവിടേക്ക് വന്നു കയറേണ്ടത്. അങ്ങനെയൊരു നാണക്കേടുണ്ടാകുന്നതിന് മുമ്പ് സ്നേഹയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കണം. എന്നോട് അവൾക്ക് ദേഷ്യമായിരിക്കും, എങ്കിലും സാരമില്ല. ഞാൻ അവളോട് പോയി സംസാരിക്കാൻ പോവാം. സച്ചേട്ടൻ വരണ്ട. അവൾ എന്നോട് ഏത് രീതിയിൽ പെരുമാറുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ സ്നേഹ ഒന്ന് കാണട്ടെ. ഇത് ആര്? ഈ വീട്ടിലെ ജുഡീഷ്യൽ മജിസ്ട്രേറ്റോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.